പ്രണയത്തെക്കുറിച്ച് ആളുകൾക്കൊരു വ്യക്തത ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു. പ്രണയത്തെക്കുറിച്ചുള്ള ഒരു പൊതുവായ ഒരു കാഴ്ചപ്പാട് ശ്രോതാക്കൾക്ക് ലഭിക്കണം. അതെ, അതും ആവശ്യമാണ്. നമ്മൾ ഈ പ്രണയം എന്ന് തന്നെ ഉള്ള പ്രയോഗം തന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് നിസ്സാരവൽക്കരിച്ച് കാണുക എന്നുള്ളതാണ് അതിൻ്റെ. പ്രണയം, സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു അനുവദനീയമായ വശമല്ലേ, നല്ല വശമല്ലേ, അതെ, ആ പേരിട്ട് വിളിക്കും. ശരിക്കും ഇത് അവിഹിതം, വ്യഭിചാരം എന്നൊക്കെ ഉള്ള പദങ്ങളാണ് ഇതിന് ഏറ്റവും. അങ്ങനെ അതിനെ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഈ പ്രേമിക്കുന്ന കുട്ടികളും അതേപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളുമെല്ലാം ഇതിനെ അതിൻ്റെ ഗൗരവത്തോടു കൂടെ കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം, സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഒരു പ്രകൃതിപരമായിട്ടുള്ള ആവശ്യം, ആകർഷണീയത, ഇത് സ്വാഭാവികമാണല്ലോ. ഈ ആകർഷണീയതയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ പ്രേമം എന്ന് വിളിക്കുന്നത്. ഞങ്ങൾക്ക് പിരിയാൻ വയ്യ, ഞങ്ങൾക്ക് ഒന്നിക്കണം, ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ നമുക്കറിയാം, സംസാരിച്ചും പെരുമാറിയും കണ്ടും എന്ത് ചെയ്യാണ്, ഇതിങ്ങനെ ക്രമേണ വർദ്ധിച്ചു വന്നിട്ട് അവർക്ക് സംഗമിച്ചേ പറ്റൂ. ഒരു ശാരീരിക ബന്ധത്തിലേക്ക് എത്തണമെന്നുള്ള അതിശക്തമായ, അവർ പോലും അറിയാതെയുള്ള ഒരു ആകർഷണീയതയാണ് ഇവിടെ എന്ത് നടക്കുന്നത്. അപ്പോൾ മുമ്പ് കാലങ്ങളിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു അവിഹിത ബന്ധം ഉണ്ടാവും, ചിലപ്പോൾ അവിഹിത ഗർഭം ഉണ്ടാവും, അത് പിന്നെ വിവാഹമായി പരിണമിക്കും. ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ അതേപോലെയല്ല, ഗർഭത്തിൻ്റെയും ഒരു കുഞ്ഞ് ജനിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു, അവർ ഒന്നിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് മുമ്പ് കാലങ്ങളിലും ഉണ്ടായിരുന്ന സംഗതികളാണ് ഇതൊക്കെ. അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, ഇത് ഒരു വ്യഭിചാരമാണ്, ഇത് ഗൗരവപരമായിട്ടൊരു വിഷയമാണ്. മതപരമായ നിലക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൽ പെട്ടുപോകുന്നത് വളരെ അപകടമാണ് എന്നുള്ള ഒരു ധാരണ നമ്മൾ ആളുകൾക്ക് ശരിക്കും നൽകേണ്ടതുണ്ട്. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്, ഈ പ്രേമം എന്ന് പറയുമ്പോൾ അതിൻ്റെ അപകടത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഒന്നാമതായിട്ടുള്ളത്, ഒരു പക്ഷേ ഒരാൾ അവിശ്വാസിയായി പോകാൻ, മതം നിരാകരിക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് ഇത് എത്തിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആണ് പെണ്ണ് എന്നുള്ളത് ഏതാണും പെണ്ണുമാകാം. അതിന് മതമെന്നോ ജാതി എന്നോ പ്രായമെന്നോ വിവാഹിതനെന്നോ അവിവാഹിതനെന്നോ ഒന്നും വ്യത്യാസമില്ല. ആർക്കും ആരിലും പ്രേമം ഉണ്ടാകാം. അപ്പോൾ ഒരു മുസ്ലിം അമുസ്ലിം അല്ലാത്ത ഒരാളെ പ്രേമിക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും അവർ മതത്തെ തന്നെ ഉപേക്ഷിച്ച് പോകും. ഒരു മുസ്ലിം അല്ലാത്ത ഒരാളെ പ്രേമിക്കുമ്പോൾ, ഒരു മുസ്ലിം പെൺകുട്ടി മുസ്ലിം അല്ലാത്ത ഒരാളെ പ്രേമിക്കുമ്പോൾ സ്വാഭാവികമായും അവർ ഒന്നിക്കണമെങ്കിൽ എനിക്ക് മതം മാറാനൊന്നും കഴിയില്ല, എൻ്റെ മതത്തിലേക്ക് വരികയാണെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാമെന്ന് പറയുമ്പോൾ എത്രയോ പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ മതം സ്വീകരിച്ച് പോകുന്നുണ്ട്. അവിടെ നഷ്ടപ്പെടുന്നത് എന്താണ്, ദീനാണ്. അപ്പോൾ പ്രേമം ദീനിനെ നഷ്ടപ്പെടുത്തും എന്ന് പറയുന്നത് ഗൗരവമല്ലേ? അത് പ്രേമത്തെ നമ്മൾ നിസ്സാരമായി കാണാൻ പറ്റുമോ? ഒന്ന്. പിന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വിവാഹമാണ്. ഒരു പുരുഷനിലൂടെ അവൾ എന്ത് ചെയ്യുന്നു, സുരക്ഷിതയാവുന്നു എന്നുള്ളതാണ്. പ്രേമത്തിലൂടെയുള്ള എല്ലാ വിവാഹങ്ങളുടെയും പരാജയം വളരെ വർദ്ധിച്ചതാണ് അതിൻ്റെ ശതമാനം. അതുകൊണ്ട് തന്നെ ധാരാളം പെൺകുട്ടികൾക്ക് കുടുംബ ജീവിതം തന്നെ എന്താകുന്നു, അന്യമാകുന്നുള്ളത്. അത് ചെറിയ കാര്യമല്ലല്ലോ. പ്രേമത്തിലൂടെ ചെന്ന് ഒരു കുട്ടിയാവും, ആ കുട്ടി അനാഥമാകും, അവർ മുന്നോട്ട് പോവാത്ത അവസ്ഥ വരും. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഒരു കുടുംബജീവിതം ഒരു കുട്ടിക്ക് എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. അതിലുപരി നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അറുത്തു മാറ്റാൻ പറ്റാത്ത ബന്ധമാണ് മാതാപിതാക്കളുമായുള്ള ബന്ധം. എത്ര പെൺകുട്ടികൾ, എത്ര ആൺകുട്ടികൾ ഈ പ്രേമത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി മാതാപിതാക്കളെ ഇട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇതിനേക്കാളും വലിയ ദുരന്തം ഒരു മതത്തിൽ നിന്ന് പുറത്തു പോവുക, ഒരു കുടുംബജീവിതം പരാജയപ്പെടുക, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോവുക, അതേപോലെ തന്നെ ധാരാളക്കണക്കിന് ആത്മഹത്യകൾ ഇത്തരം വിവാഹം നടക്കാത്തതിൻ്റെ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, വിവാഹം നടന്നതിൻ്റെ പേരിലുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയൊരു തിന്മയായിട്ട് നമ്മൾ കൊലപാതകം പ്രേമത്തിൻ്റെ ഭാഗമായിട്ട് എത്രയോ ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒന്ന്, മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തനെ സ്വീകരിച്ചിട്ട് ഈ മാതാവിനെയും പിതാവിനെയും വെല്ലുവിളിച്ചിട്ട് പെൺമക്കൾ ഇറങ്ങി പോകുമ്പോൾ അതൊരു റിവഞ്ചായി, ഒരു പ്രതികാരമായി മാതാപിതാക്കളിൽ നിൽക്കും. പിന്നെ എന്ത് ചെയ്യും, ഈ തൻ്റെ മകളെ ഇറക്കി കൊണ്ടുപോയവനെ കൊലപ്പെടുത്തണം എന്ന നിലയ്ക്ക് എത്രയോ കൊലപാതകങ്ങൾ, അതിൽ മതമില്ലായ്മയോ ഒന്നും വ്യത്യാസമല്ല, എത്രയോ കൊലപാതകങ്ങൾ അങ്ങനെ നടന്നു. പിന്നെ ചില പെൺകുട്ടികൾ എന്ത് ചെയ്യും, വഴിയിൽ വെച്ചിട്ട് അവർക്ക് വേറെ ആൾക്കാരുടെ പ്രേമം തോന്നുമ്പോൾ എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് പറയും. അങ്ങനെ നിരാകരിക്കുമ്പോൾ എന്ത് ചെയ്യും,
എന്ത് ചെയ്യും, അവൻ പോയിട്ട് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നത് നമുക്ക് നിത്യമായി കാണുന്ന കാര്യങ്ങളാണ്. പിന്നെ ആത്മഹത്യ, ഏത് മുന്നോട്ട് പോകാനും ജീവിക്കാനും രണ്ടു കൂട്ടരും കുടുംബങ്ങൾ സമ്മതിക്കാതെ വരുമ്പോൾ നമുക്ക് ഒന്നിച്ച് മരിക്കാം. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ടുള്ള മാനസിക രോഗങ്ങളിലേക്ക് ധാരാളം കുട്ടികൾ എത്തിപ്പെട്ടതാണെന്ത് ഈ പ്രേമ നൈരാശ്യത്തിലൂടെ എത്തുന്നത്. അപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എന്തെല്ലാം വിപത്തുക്കൾ ഒരാൾക്ക് വരാനുണ്ടോ, ഈ സമൂഹത്തിൽ വരാനുണ്ടോ, അതിന് മുഴുവനും പ്രേമം ഒരു നിമിത്തമാണെന്നാണ്. പക്ഷെ ആരാണ് ഇത് ഇത്ര ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്നത്? നമ്മളിപ്പോൾ മതപരമായി പറയുമ്പോൾ അതൊരു മതത്തിലെ തീവ്രവാദം, പ്രേമത്തിനോ അല്ലെങ്കിൽ സാമൂഹിക ബന്ധങ്ങൾക്കോ ഒക്കെ എതിര് നിൽക്കുന്നു എന്നൊക്കെ പറയാന്നല്ലാതെ ഇതിൻ്റെ ദുരന്തം അതൊരു മുസ്ലിം സമൂഹത്തിൽ മാത്രം പരിമിതമല്ല, ആരിലും വരാം. നല്ല ദീനിയായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് അത് സംഭവിക്കുന്നു, എവിടെയും വരാം. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് വരാതിരിക്കുവാനുള്ള നല്ല കാവൽ നമ്മുടെ രക്ഷിതാക്കൾക്കും അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇതിൽ പെടുന്നതിന് മുമ്പുള്ള ബോധവൽക്കരണം. ഇനി ഇതങ്ങനെ അകപ്പെട്ട് കഴിഞ്ഞാൽ അതിന് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വിഷയം എടുക്കാനുള്ള കാരണം. അതെ, ക്യാമ്പസുകൾക്കുള്ളിൽ കയറി ഒരു താൻ പ്രണയിച്ചിരുന്ന പെൺകുട്ടി പിന്മാറിയപ്പോൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവങ്ങൾ എത്രയോ ഈ വാർത്തകൾ വരുമ്പോൾ മാത്രമാണ് ഇത് ചർച്ചയാവുന്നത് പ്രണയത്തെ പറ്റി. ഇത്